രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഞാൻ തിരിച്ചു വരും, പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ളതാണ്. 100% അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്തായതുകൊണ്ടേ അവിടെ എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം, അദ്ദേഹത്തെ എങ്ങനെ വേണമെങ്കിൽ മത്സരിക്കാം. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഒരു പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത ആളുകൾ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് അവകാശമില്ല. അദ്ദേഹം സ്വതന്ത്രനാണ്, പരിപൂർണ്ണ സ്വതന്ത്രനാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുകയും വരികയും തിരിച്ചു വരികയും ഒക്കെ അയാളുടെ ഇഷ്ടം പോലെ ചെയ്യും. കോൺഗ്രസിന് തിരിച്ചടിയാവും. എങ്ങനെ തിരിച്ചടിയാവുന്നു? കോൺഗ്രസ് ആയി പോകും. ഒരാളെ വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ലോ പാർട്ടി. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടിക്ക് പുറത്തു പോയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ പറയാനുള്ള അവകാശമുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയോട് ആലോചിച്ച് പറയേണ്ട ആളാണ്. പുറത്തു പോയതുകൊണ്ട് നമ്മൾ അദ്ദേഹം എന്ത് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല. രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ച വോട്ടുകൾ കോൺഗ്രസിന്റെ കുറച്ച് വോട്ടുകൾ തന്നെ വിഘടിച്ച് പോകുന്നു തോന്നുന്നു. ഒരു അതെന്തോ ഒരു കാര്യം പറയണു, അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള തീരുമാനപ്രകാരം മുന്നോട്ട് പോകുക എന്നുള്ളത് ഉണ്ട്. ആരെ UDF സ്ഥാനാർത്ഥി നിന്നോ അവർ ജയിപ്പിക്കാനുള്ളതാണ് UDF പ്രവർത്തകർ. അന്ന് രാഹുലും ജയിച്ചത് UDFന്റെ ഭാഗമായിട്ട് മാത്രമേ ജയിച്ചത്, അല്ല ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെയ്തോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്ക് നിന്ന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ആരെന്നാലും ഇവിടെ UDF ജയിക്കും. അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിക്കണേ ഇല്ല. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ 99% സാധ്യതയില്ല. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് വല്ല പ്രകോപനായിട്ട് നിങ്ങളുടെ ചോദ്യം അങ്ങനെ വെച്ചിട്ട് അത് പറഞ്ഞതായിരിക്കാം. പക്ഷെ 90% അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്കാരൻ തന്നെയാണ് ഇപ്പോഴും രാഹുൽ. എനിക്ക് പറയാൻ പറ്റില്ല. അത് പാർട്ടിക്കാരനല്ല, അല്ലേ? ആ പാർട്ടിക്കാരനല്ല. അദ്ദേഹത്തിന്റെ നേച്ചർ വെച്ചിട്ട് ഇന്നലെ വരെ അദ്ദേഹത്തിന് നമ്മൾ പാർട്ടി കൊടുത്തിട്ടുള്ള അംഗീകാരം, അദ്ദേഹം ഇന്ന് പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് ഒറ്റടിക്ക് അത് മറക്കുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ആ തീരുമാനം അദ്ദേഹത്തിന്റെ ആണെങ്കിലും അദ്ദേഹം 100% അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മത്സരിച്ചാലും അത് കോൺഗ്രസിന് തിരിച്ചടിയാവില്ല. അല്ല, അദ്ദേഹം മത്സരിക്കണോ അദ്ദേഹം തീരുമാനിക്കട്ടെ. ആരവങ്ങളും ബഹളങ്ങളും കോലാഹലങ്ങളും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ നടക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തില് തന്നെ കസ്റ്റഡിയിലെടുത്ത് ഒരു നോട്ടീസ് പോലും നൽകാതെ ഒരു നിയമ നടപടിക്രമങ്ങളും പാലിക്കാതെ ഇല്ലീഗലായിക്കൊണ്ട് ഒരു മര്യാദയും കാണിക്കാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ഉദ്യോഗസ്ഥരോടും രാഹുലിനെ വേട്ടയാടുന്നവരോടും സഖാക്കളോടും രാഹുലിനെതിരെ കുരക്കുന്ന എല്ലാ പേപ്പട്ടികളോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഞാൻ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, പാലക്കാട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കും. നമ്മൾ കാത്തിരുന്നതും ഇതിനു വേണ്ടിയാ. ഇങ്ങനെ ഒരു പ്രഖ്യാപനം. ഈ അറസ്റ്റ് കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ അറസ്റ്റ് കൊണ്ടുണ്ടായ 2 ഗുണം. ഒന്ന്, രാഹുൽ പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ പോലും രാഹുൽ പാലക്കാട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്ന് അയാൾ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സ്വതന്ത്രനായിട്ടാണോ UDF സ്ഥാനാർത്ഥിയായിട്ടാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. ആൻഡ് ഒരു വലിയ മാസ് കംബാക്ക്, അത് ഈ വേട്ടക്കാരൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ. ഈ പുലിക്കുട്ടിയുടെ ഒരു കംബാക്ക് ഉണ്ട്. ആ കംബാക്ക് നിങ്ങൾക്കാർക്കും താങ്ങാൻ കഴിയില്ല എന്നുള്ളതാ. ഇതിപ്പോ രാഹുൽ അറസ്റ്റിന് ശേഷം ഈ ബഹളങ്ങൾ, കോലാഹലങ്ങൾ, തെളിവെടുപ്പ്, ആന ചേന മണ്ണാങ്കട്ട അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഈ ഈ ഈ ഈ നെറികേട് നടത്തുന്നതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്, തിരിച്ചു വരും, ഒരു തവണ കൂടി മത്സരിക്കും, അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളത് തരാം. അങ്ങനെ ഒരുത്തനെയും വെറുതെ വിടുമെന്ന് ആരും കരുതേണ്ടതില്ല. രാഹുലിനെ സ്നേഹിക്കുന്ന എല്ലാവരും, പാലക്കാട്ടുകാരും അല്ലാത്തവരുമായിട്ടുള്ള ഈ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, ആ ലക്ഷക്കണക്കിന് ജനങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, UDF സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്ന്. രാഹുൽ മത്സരിക്കുമെന്നുള്ളത് തന്നെയാ. മത്സരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചെടുത്തു നിന്നാണ് ഈ വേട്ട തുടങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം. രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. രാഹുലിനെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഇല്ലീഗൽ എല്ലാ നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ദാഷ്ട്യക്കാരൻ അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് തമ്മാടിത്തരവും കാണിക്കാമെന്ന് കരുതിയിട്ട് ആ ഹുങ്കിന്റെ പുറത്ത് നടത്തിയ അറസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്.
ഇപ്പം രാഹുല് തന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ട് നടക്കുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ പറഞ്ഞ വാക്കാണ്, ഒരു തിരിച്ചു വരും, താൻ തിരിച്ചു വരും, ആൻഡ് പാലക്കാട് സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ഇതിലേറെ മറ്റെന്ത് വേണം നമുക്ക്? രാഹുൽ ഇപ്പൊ നമ്മൾ നേരത്തെ നിങ്ങളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനുമായിട്ട് ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി രാഹുലിനെ കാണാൻ വേണ്ടി 2025 ഒക്ടോബർ 16, 18, 20, 22 ഈ 3 ദിവസങ്ങളിൽ ഫെന്നി നൈനാനുമായിട്ട് ഈ യുവതി നടത്തിയ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോ 1 കൊല്ലം മുമ്പ്, അതായത് 2024 ഏപ്രിലിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 ഏപ്രിലിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നു പരാതിയിൽ. ആ പരാതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ കഴിഞ്ഞു, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 1.5 വർഷത്തിന് ഇപ്പുറവും രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് അവധിയെടുത്ത് നാട്ടിൽ വന്നിട്ട് ദിവസങ്ങളോളം കാത്തിരിക്കുകയാ രാഹുലിനെ ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമയം എനിക്ക് വളരെ 3-4 മണിക്കൂർ വേണം, സമയം വേണം, കൂടുതൽ സമയം വേണം, പ്രൈവസി വേണം, ആരും വരാത്ത ഇടം വേണം, തനിച്ചുണ്ടാവണം, ഞാനും രാഹുലും മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ എന്നാണ് യുവതി ഫെന്നി നൈനാനോട് പറയുന്നത്. ഇവിടെ പീഡനം എവിടെ, ബലാത്സംഗം എവിടെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ് പീഡനം, എവിടെയാണ് ബലാത്സംഗം? ഇതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും അറിയേണ്ടത്. കാരണം 2024 ഏപ്രിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ അത്ര ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്ന വ്യക്തി എങ്ങനെയാണ് 2025 ഒക്ടോബറിൽ എങ്ങനെയാണ് ആ യുവതി വിദേശത്ത് നിന്ന് അവധിയെടുത്ത് വന്ന് രാഹുലിനെ കാണാനായിട്ട് സ്ഥലവും സമയവും സന്ദർഭവും നോക്കി കാത്തിരിക്കേണ്ടി വരുന്നത്? അപ്പോൾ അവിടെ ഉണ്ടായത് ആദ്യ കൂടിക്കാഴ്ചയിൽ നടന്നതും പീഡനമായിരുന്നില്ല, ബലാത്സംഗമായിരുന്നില്ല, ക്രൂരതയായിരുന്നില്ല, മർദ്ദനമായിരുന്നില്ല. അതിനപ്പുറം ഒരു യുവതിയുടെ ഹൃദയം പോലും തന്നിലേക്ക് ആവാഹിക്കാനുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു നടന്നത് എന്നുള്ളതാ. അപ്പോൾ പിന്നെ എങ്ങനെ 2025 ജനുവരി ആകുമ്പോൾ ഇത് പീഡനമായി മാറി, എങ്ങനെ ഇത് ബലാത്സംഗമായി മാറി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം അതാണ് നടത്തേണ്ടത്. രാഹുൽ പീഡിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള അന്വേഷണമല്ല വേണ്ടത്, മറിച്ച് എങ്ങനെ ഇത് പീഡനമായി മാറി, ബലാത്സംഗമായി മാറി 2026 ജനുവരി ആയപ്പോൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത്, തന്നെ കസ്റ്റഡിയിലെടുത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് തന്നോട് ഈ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന തനിക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട എല്ലാ അവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും, ആൻഡ് ഞാൻ പാലക്കാട് മത്സരിക്കും, അത് സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയധികം ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഖാക്കളെ, വേട്ടക്കാരെ, നിങ്ങളൊരു കാര്യം ആലോചിച്ചോ. ഇത് തിരിച്ചുവരവിന്റെ നാളുകളാണ് ഇനിയുള്ളത്. നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ അറസ്റ്റ് കൊണ്ട് രാഹുലിന്റെ ഒരു മൈര് പോലും പുടുങ്ങാൻ ഒരുത്തനും സാധിച്ചിട്ടില്ല എന്നുള്ളതാ. അയാളുടെ രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? 2025 ഓഗസ്റ്റ് 20 ഈ ആരോപണങ്ങൾ അത്രയും ഉയർന്നപ്പോ രാഹുൽ മാങ്കൂട്ടം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ള കാലത്തോളം നിയമപരമായ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന്. അത് തന്നെയാ അയാളുടെ ആത്മവിശ്വാസം. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു. എവിടെ കൊണ്ടുപോയാലും വളരെ സന്തോഷവാനായി പുഞ്ചിരിച്ച് വളരെ പ്രസന്നമായ മുഖത്തോടു കൂടി അയാൾ നേരിടുകയാ എല്ലാത്തിനെയും. എന്താ കാര്യം എന്താ? കാര്യം അയാളുടെ ആത്മവിശ്വാസമാ. ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടി?
ഈ ആത്മവിശ്വാസം, അയാളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ്, അത് തന്നെയാണ് അയാളുടെ ബലമെന്ന് പറയുന്നത്. അറസ്റ്റ് കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, അറസ്റ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിന്റെ ഒരു താരപരിവേഷമുണ്ട്, ഒരു സ്റ്റാർഡമുണ്ട്. അത് അങ്ങ് വികസിച്ചു വലുതായി എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രീതിയിലുള്ള ജനപ്രീതിക്ക് ഒരു രീതിയിലുള്ള കുറവും സംഭവിച്ചിട്ടില്ല. അതിന് പകരം കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് 10 മടങ്ങായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അയാളുടെ ധൈര്യവും ആത്മവിശ്വാസവും. അതുകൊണ്ട് അയാൾക്ക് ഉറച്ചു പറയാൻ കഴിയും, ഞാൻ തിരിച്ചു വരും, എന്നിട്ട് പാലക്കാട്ട് തന്നെ സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ മത്സരിക്കും. വെറുതെയല്ല. കാരണം കിട്ടിയത് 2024 MLA ആയി തെരഞ്ഞെടുക്കുന്നു, അല്ലെ? കിട്ടിയത് വെറും 1-2 വർഷം മാത്രമാണ്. ഈ 2 വർഷം കൊണ്ട് ഇപ്പം ഈ അറസ്റ്റിലാവുന്നതിന് മുമ്പ് അയാൾക്കിപ്പോൾ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 2025 ഓഗസ്റ്റ് വരെയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് വേട്ടയാടൽ തുടങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. ആ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് പാലക്കാട്ടുകാരുടെ ഹൃദയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാ. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ അത്രയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് അത്രയധികം ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്നത്, സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി തന്നെയാ. ഈ വെല്ലുവിളിക്ക് അയാൾക്ക് ആത്മധൈര്യം നൽകുന്നത് ആരാ? പാലക്കാട്ടെ ജനതയാ. കേരളത്തിലെ തന്നെ പിന്തുണക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാ. ഈ ആളുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ അങ്ങ് കയറി പിന്തുണക്കുന്നതാണോ? വെറുതെ അങ്ങ് കയറി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നതാണോ? അല്ലെന്നേ. ഈ പാർട്ടി തകർന്ന് തരിപ്പണമായി, ഈ പാർട്ടി തളർന്ന് ശേഷിയില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാതെ കേൾപ്പില്ലാതെ തളർന്നു കിടക്കുന്ന ഘട്ടത്തില് ഒരു പുലിക്കുട്ടിയെ പോലെ ഉദിച്ചുയർന്നവനാണ് രാഹുൽ മാങ്കൂട്ടം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ചിലവഴിച്ചതുപോലെ, ഈ പ്രസ്ഥാനത്തെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അയാൾ ചിലവഴിച്ചതുപോലെ സമയവും ഊർജവും ശേഷിയും ഒന്നും ഒരുത്തരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അയാളുടെ പ്രത്യേകത. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിന്റെ ജനപ്രീതി ആ ഗ്രാഫ് ഇങ്ങനെ കുത്തനെ വർദ്ധിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അയാളുടെ പോരാട്ട വീര്യമാണ്, അയാളുടെ നാവിന്റെ മൂർച്ചയാണ്, അയാളുടെ നട്ടലിന്റെ ബലമാണ്. നമ്മൾ അത്രയും കണ്ടതാണ്, കേട്ടതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് അയാൾ ആരംഭിക്കുന്നത്? ചാനൽ ചർച്ചകളിൽ തൻ്റെ എതിരാളികളെ അടിച്ച് നിലം പരിശാക്കിയിട്ട് തുടങ്ങിയതാണ് രാഹുലിന്റെ ഈ ജൈത്രയാത്ര. അന്ന് മുതൽ പലരും ഓങ്ങി വെച്ചതാണ് രാഹുലിനെ വീഴ്ത്താൻ. ഇന്ന് ഈ നിമിഷവും അയാൾ പോലീസ് കസ്റ്റഡിയിൽ അല്ല റിമാൻഡിൽ ഏതെങ്കിലും ഒരു ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ പറയുന്നു, അയാളുടെ രോമത്തിൽ അയാളുടെ ഒരു മയിലും പുട്ടുങ്ങാൻ ഒരുത്തനെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. എന്നിട്ടല്ലേ തകർക്കാൻ? തളർത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് വേണ്ട തകർക്കാൻ, അല്ലേ? ആ ആത്മവിശ്വാസം തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ പിന്തുണച്ചതും സ്നേഹിച്ചതും അയാൾക്ക് അനുകൂലമായി സംസാരിച്ചതുമൊന്നും അത് അയാളുടെ ഭംഗി കണ്ടിട്ടോ അയാളുടെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല. അയാളുടെ നട്ടെല്ല് കണ്ടിട്ട് തന്നെയാ, അയാളുടെ നിലപാടുകൾ കണ്ടിട്ട് തന്നെയാ, അയാളുടെ പോരാട്ട വീര്യം കണ്ടിട്ട് തന്നെയാ. അത് തന്നെയാണ് ജനങ്ങളും മാനദണ്ഡമാക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത തന്നെ ആര് അധികാരത്തിലെത്തുന്നു എന്നുള്ളതായിരിക്കില്ല, മറിച്ച് രാഹുൽ പാലക്കാട്ട് മത്സരിക്കുകയാണെങ്കിൽ പാലക്കാട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ടാവുക. കാരണം ഈ കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് രാഹുൽ വിജയിച്ച് കയറണമെന്ന് തന്നെയാ. അതല്ലാതെ അയാളെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നോ അയാളെ മാറ്റി നിർത്തണമോ എന്നോ ഒന്നുമല്ല. മറിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ ആൺകുട്ടിയായിട്ട് പുലിക്കുട്ടിയായിട്ട് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ രാഹുലും പറഞ്ഞിരിക്കുന്നത്. ഒരു ഉറച്ചെടുത്ത തീരുമാനം. മത്സരിക്കും, തിരിച്ചു വരും.
ഇത്രയേറെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട്, ജയിലിനകത്ത് കിടന്നുകൊണ്ട് ആർക്ക് പറയാൻ കഴിയുമോ ഇത്രയേറെ ഉറക്കത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി താൻ തിരിച്ചു വരും ആൻഡ് പാലക്കാട് മത്സരിക്കുകയും ചെയ്യുമെന്ന് ആർക്ക് പറയാൻ കഴിയും? ഈ അറസ്റ്റ് തന്നെ അയാളെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ 100% അത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഈ വേട്ട അയാളെ തളർത്തിയിട്ടില്ല. ഇനി അതിന് കേരളത്തിലെ സഖാക്കള് ഏത് രാജാവിന്റെ അടിമകളാണെങ്കിലും ശരി, ഇനി 1000 ജന്മം എടുത്താലും നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുകയുമില്ല എന്നുള്ളത് തന്നെയാ.